വകുപ്പ് വിഭജനം പൂർത്തിയായതോടെ യോഗങ്ങൾ ചേർന്ന മന്ത്രിമാർ ഉദ്യോഗസ്ഥരുമായി പ്രാഥമിക കൂടിക്കാഴ്ച നടത്തി. സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീന്റെ നേതൃത്വത്തിൽ വിളിച്ച യോഗത്തിൽ ഒരുക്കങ്ങൾ വിലയിരുത്തി. എല്ലാ വകുപ്പുകളിലും അഴിച്ചുപണികൾ ആരംഭിച്ചിട്ടുണ്ട്. ടി വി പ്രസാദ് ഉണ്ട് നമുക്കൊപ്പം. പ്രസാദേ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ 3 ദിവസങ്ങൾക്ക് ശേഷം സത്യപ്രതിജ്ഞ കഴിഞ്ഞു. ഇന്നലെയാണ് വകുപ്പുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായതപ്പോൾ ഫിഷറീസ് അബ്ദുൽ ഗഫൂർ തന്നെയാണ്, ലീഗിനാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിന് ലഭിക്കുന്നു. റവന്യൂ വകുപ്പ് എ പി അനിൽകുമാറിലേക്ക് പോകുന്നു. വൈദ്യുതി അത് സണ്ണി ജോസഫിന് ലഭിക്കുന്നു. അപ്പോൾ 21 മന്ത്രിമാരുടെയും വകുപ്പുകളിൽ തീരുമാനമായിട്ടുണ്ട്. ഇനി മുന്നോട്ട് എന്തൊക്കെയാണ്? ശ്രുതി, ഷിഹാസ്, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ ഇന്നലെ വൈകിട്ടാണ് വകുപ്പുകൾ സംബന്ധിച്ചുള്ള വിജ്ഞാപനം പുറത്തിറങ്ങുന്നത്. വിജ്ഞാപനം പുറത്തിറങ്ങിയാൽ മാത്രമാണ് അത് ഔദ്യോഗികമാകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അതിനുശേഷം മന്ത്രിമാർ അവരവരുടെ വകുപ്പുകളിൽ വളരെ സജീവമായി തുടങ്ങി. ആ വിജ്ഞാപനം പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ചില മന്ത്രിമാർ അവരുടെ യോഗങ്ങൾ വിളിച്ചു ചേർത്തിരുന്നു. പ്രത്യേകിച്ച് സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് സമയം ഇനി അധികമില്ലാത്തതിനാൽ എൻ ഷംസുദ്ദീൻ മിനിഞ്ഞാന്ന് തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. ഇന്നലെ കെ മുരളീധരൻ ആരോഗ്യവകുപ്പിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് നിലവിലെ സ്ഥിതിഗതികളെക്കുറിച്ച് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി. മഴക്കാല പൂർവ്വ ശുചീകരണം പെട്ടെന്നാക്കാൻ, അതുപോലെ തന്നെ മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ, അങ്ങനെ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനുള്ള നിർദ്ദേശം ഇന്നലെ തന്നെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രി വനം മന്ത്രി ഷിബു ബേബി ജോൺ പ്രധാനപ്പെട്ട വനം വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം വരുന്ന മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാം. അങ്ങനെ ഓരോ മന്ത്രിമാരും അവരവരുടെ വകുപ്പിൽ സജീവമായി കഴിഞ്ഞു. കാരണം നമുക്കറിയാവുന്നതുപോലെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് മന്ത്രിമാരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്തെങ്കിലും 3 ദിവസം അവർക്ക് വകുപ്പുകൾ ഉണ്ടായിരുന്നില്ല. ഏകദേശ വകുപ്പുകളെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നെങ്കിൽ പോലും അത് വ്യക്തമല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ വകുപ്പുകളിൽ കാര്യമായി ഇടപെടാനും പറ്റിയില്ല. മാത്രവുമല്ല, ഇന്നലെ അവസാന നിമിഷം വകുപ്പുകൾ മാറി മറിഞ്ഞിരുന്നു. ഫിഷറീസ് കോൺഗ്രസിന് കിട്ടും എന്നുള്ള ഘട്ടത്തിൽ അത് പിന്നീട് ഇന്നലെ രാവിലെയാണ് ലീഗിലേക്ക് പോയി തീരുമാനമായത്. അങ്ങനെ ചില അവ്യക്തതകളും ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് മന്ത്രിമാർക്ക് കാര്യമായി ഇടപെടാൻ ഇതുവരെ പറ്റിയില്ല. ഇന്നലെ വൈകിട്ട് 4 മണിക്ക് ശേഷം എല്ലാവരും വളരെ സജീവമായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് MLA-മാരുടെ സത്യപ്രതിജ്ഞ, നാളെ സ്പീക്കർ തിരഞ്ഞെടുപ്പ്, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മന്ത്രിമാർ വീണ്ടും സജീവമായി അവരവരുടെ വകുപ്പുകളുടെ കാര്യം നോക്കും. ഇനിയിപ്പോൾ മന്ത്രിമാർ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഷിഹാസ്, ശ്രുതി. ശരി, ടി വി പ്രസാദാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയതപ്പോൾ 21 മന്ത്രിമാരുടെയും വകുപ്പുകളായിട്ടുണ്ട്. ഇനിയിപ്പോൾ നിർണായകമായ യോഗങ്ങൾ, പ്രഖ്യാപനങ്ങൾ, നയനിലപാടുകൾ, ഇതൊക്കെയാണ് കാത്തിരിക്കുന്നത്, അറിയേണ്ടത്.